തേൻ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പാലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. ഇരുപത് കുട്ടിപ്പുലികളുടെ അട്ടഹാസവുമായി കൊച്ചിയിലെ ഹോളിഡേ ഇന്നിന്റെ മുന്നിലേക്ക് കടന്നുവന്ന ബസ്സിനും ഒരു കുട്ടിയുടെ കുസൃതി. ബസ്സിനുള്ളിൽ നിന്ന് ഹോട്ടലിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞ കുട്ടിക്കുറുമ്പുകളുടെ മുഖങ്ങളിൽ എന്തിനോ വേണ്ടിയുള്ള പുറപ്പാടിന്റെ ലക്ഷണങ്ങൾ. മാതാപിതാക്കളുടെ കണ്ണുരുട്ടും മീശവിറപ്പിക്കലുമില്ലാത്ത കൂട്ടായ്മയുടെ പുതിയ ലോകം ശരിക്കും മഞ്ചാടിമണികൾ അടിച്ചു പൊളിച്ചു. ഇനി കാണാൻ പോകുന്ന പൂരം ഹോട്ടലിന്റെ ലോബിയിൽ കാണാം. കരിമ്പിൻ കാട്ടിൽ കുട്ടിക്കൊമ്പന്മാർ കയറിയിറങ്ങിയതുപോലെ ഹോട്ടൽ ലോബി. എന്തു മറുപടി പറയണമെന്നറിയാതെ പിന്നണി പ്രവർത്തകരും. കുട്ടിക്കൊമ്പന്മാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ എങ്ങോട്ടെങ്കിലും പോകുന്ന പായും പുലികൾ. സ്നേഹത്തിന്റെയും കരുതലിന്റെയും 4 ചൂരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു ചാടിയ കുട്ടികളുടെ ലോകം ഇങ്ങനെയാണ്. സമപ്രായക്കാർ, സമാന ചിന്താഗതിക്കാർ, പോരെങ്കിൽ കുസൃതിയിലും കുറുമ്പിലും നിരവധി ഗവേഷണങ്ങൾ നടത്തുന്ന പ്രായവും. കുട്ടിക്കലവറയിലെ കുട്ടിക്കാന്താരികളുടെ വികൃതികൾക്ക് വിരാമമില്ല. കഥാപാത്രങ്ങൾക്ക് ജീവനും ജീവിതവും നൽകി പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയ 10 ജനപ്രിയ താരങ്ങൾ കൊച്ചിയിലെ ഹോളിഡേ ഇന്നിലേക്ക് ബസ്സിൽ വന്നിറങ്ങി. ബസ്സിൽ വന്നിറങ്ങി ഹോട്ടലിലേക്ക് പ്രവേശിച്ച താരങ്ങളെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന കുട്ടികൾ. കൗതുകം കുറുമ്പിലേക്ക് വഴിമാറിയപ്പോൾ താരങ്ങൾക്കൊപ്പം കുട്ടിപ്പാചകക്കാരും ഒപ്പം കൂടി. താരങ്ങളും കുട്ടികളായി കുട്ടികൾക്കൊപ്പം ചേർന്നപ്പോൾ ഹോട്ടൽ ലോബി കുട്ടിപ്പടയുടെ തിരയിളക്കമായി മാറി. ഇണങ്ങിയെടുത്തും പിണങ്ങി മാറിയും കുട്ടിക്കൂട്ടം താരങ്ങൾക്കൊപ്പം താരങ്ങളായി. കൗതുകങ്ങളും കുശലാന്വേഷണങ്ങളുമായി താരനിരയും കുട്ടിക്കൂട്ടവും കൂട്ടുകാരായി കൂട്ടുകൂടി. आ जाओ on the beach यार फोटो मेरी खींच की किस्मत होगी तेरी कर तूने ये बात न मानी आज भी है पानी 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 आज भी सानी 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 आ जाओ on the beach यार फोटो मेरी
पानी का शोर आजा मेरी बाहों में girl what you waiting for तुझको मैं लेके चलूं फिर प्यारी सी यॉट पे हो जाएंगे हम कली मैलिबू के शॉट पे तू है पानी 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 और दिल भी सानी 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 आजा ओ on the beach यार फोटो मेरी खींच की किस्मत होगी तेरी कर तू ये बात न माने आज वो है पानी 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 और दिल भी सानी 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 സ്നേഹത്തിന്റെയും കരുതലിന്റെയും 4 ചൂരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു ചാടിയ കുട്ടികളുടെ ലോകം ഇങ്ങനെയാണ്. സമപ്രായക്കാർ, സമാന ചിന്താഗതിക്കാർ, പോരെങ്കിൽ കുസൃതിയിലും കുറുമ്പിലും നിരവധി ഗവേഷണങ്ങൾ നടത്തുന്ന പ്രായവും. കുട്ടിക്കലവറയിലെ കുട്ടിക്കാന്താരികളുടെ വികൃതികൾക്ക് വിരാമമില്ല. എന്ത് പറ്റിയടാ? വയറ് നിറഞ്ഞില്ലേ? എന്തോ കഴിച്ചേ? പെറ്റമ്മയേക്കാൾ വലുതാണോ പോറ്റമ്മ? ഇഷ്ടാണോ ചേച്ചി? കളിച്ചും ചിരിച്ചും നീതുവും കൂട്ടുകാരും. ദൈവമേ, അണച്ചാ ഇച്ചിരി ഒന്ന് ഓടിയപ്പോഴണച്ചാ? പറഞ്ഞ കാര്യങ്ങളൊക്കെ. തുറക്കട്ടല്ലേ? നിന്നെ കുളിപ്പിച്ചിട്ടേ കുഴപ്പമില്ല. കുളിയെന്ന് കേട്ട രാജ്യമിടുന്ന കൃഷ്ണമൂർത്തിയെ കുളിപ്പിക്കാൻ പാടുപെടുന്ന നീതുവും ദേവനന്ദയും. അയ്യോ, എന്തുവാ? ദേവനന്ദാ, നീ എന്തെടുക്കും അവിടെ? അപ്പൊ ഇവൻ പറഞ്ഞ കറക്റ്റ് ആണല്ലേ? നോക്കുന്നുണ്ടോ ഇവള്? നോക്കുന്നുണ്ടോ? പോയി കുളിക്ക്, ഞാൻ വേഗം വരാം. കുട്ടിക്കലവറയുടെ പ്രേക്ഷകർ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സ്കൂളോ? സ്കൂളില്ലേ? കോമ്പറ്റീഷൻ റെഡിയാണല്ലേ? സ്നേഹലാളനങ്ങളാൽ തങ്ങളുടെ കുട്ടികളെ വീർപ്പുമുട്ടിക്കുകയാണ് താര അമ്മമാർ. காஃபி குடிச்சிட்டு பாத்ரூம் போய் பிரஷ் பண்ணிட்டு ஒரு குளியல் ஃபாஸ்டா ஒரு குளியல். இப்போ நம்மளோட லொகேஷன் சேஞ்ச். ஏது? பாத்ரூம்.
നമ്മുടെ വീടുകളിൽ അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും വാത്സല്യവും എന്റെ മെന്റേഴ്സിൽ നിന്ന് കിട്ടുന്ന അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾക്ക് നമ്മളെ കുറേ ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. നമ്മള് പിള്ളേർ വലുതായി കഴിയുമ്പോൾ അവരവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും ഒത്തിരി ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ കുട്ടികൾ എത്ര ദൂരം നമ്മളിൽ നിന്ന് പോയാലും തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ കുട്ടികൾ ശരിക്കും ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. ശരിക്കും മുന്നേ ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ പോയപ്പോൾ ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ എൻ്റെ പിള്ളേർ രണ്ടും എല്ലാവർക്കും അറിയാം മുതിർന്ന കുട്ടികളാണ്, 20 വയസ്സ് ആയ കുട്ടികളാണ്. എന്റെ പ്രായം ഊഹിച്ചാലൊന്നും കുഴപ്പമില്ല, അതിനിവിടെ പ്രസക്തിയില്ല. അപ്പൊ എന്തായാലും ഞാൻ എന്റെ മോനോട് പറഞ്ഞു, തൊട്ട് മുമ്പില് ഒരു ഫോറിനറും അവരുടെ കൊച്ചും കൂടെ വന്നിരുന്നു. അപ്പൊ ആ കുട്ടി തീരെ ചെറുതാണ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 വയസ്സ് കാണുള്ളൂ. പക്ഷെ ആ ചെയറിൽ പോലും കയറ്റിയിരുത്താൻ അവർ മെനക്കിടുന്നില്ല. അതായത് അതിന്റെ ഷൂ അതിന് തിരിച്ചവര് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോയി. അപ്പൊ ഈ കുട്ടീന്റെ ഷൂ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടം പറഞ്ഞു, എന്താ ഷൂ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ആ കുട്ടി മെനന്നെ ശ്രമിച്ച് ഷൂ ഒക്കെ ഇട്ട് ലേസ് ഒന്നും കെട്ടാൻ പറ്റുന്നില്ല, വലിച്ചു കെട്ടി. അപ്പൊ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, ബിനു ഇതേ കണ്ടില്ലേ, ആ കുട്ടിയുടെ അമ്മയാണ് തൊട്ടടുത്ത് ഉണ്ടായിരുന്നത്. അമ്മ നടന്നു പോവുകയാണ്, ആ ചെറിയ കുട്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിന് ഉടുപ്പ് അതിന് ഷൂസ് ഒന്നും മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നില്ല. നിനക്ക് ഞാൻ തന്നിട്ടുള്ള ഓർമ്മകൾ വെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മമ്മി ഇങ്ങനെ എന്താണ് ഈ കുട്ടി മമ്മി ഇങ്ങനെയാ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ തോന്നുന്നു ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, മമ്മി ഈ കുട്ടി ഇവരിപ്പോൾ ഇങ്ങനെ കുട്ടിനോട് അവർ നിഗ്ലക്ട് ചെയ്യുന്നു. ചിലപ്പോൾ കുട്ടി സ്വന്തമായിട്ട് വളരാനൊക്കെ സഹായിക്കാനൊക്കെ ആയിരിക്കും. പക്ഷേ വലുതാവുമ്പോൾ തീരെ നന്നായിട്ട് വലുതാവുമ്പോൾ ഇവര് പ്രായമാകുമ്പോൾ കുട്ടിയും ഇതുപോലെ നിഗ്ലക്ട് ചെയ്യും. അതൊരു 20-കാരന്റെ മനസ്സിൽ നിന്നും വന്ന വാക്കുകളാണ്. ശരിക്കും നമ്മൾ പ്രായമാകുമ്പോഴാണ്, നമ്മളിപ്പോ നമുക്ക് ജോലിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഒത്തിരി തിരക്കുകളുണ്ട്. പക്ഷെ നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മൾ വീട്ടിൽ ഈ ടിവിയും കണ്ടിങ്ങനെ കുത്തിയിരിക്കുക. മക്കളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ആയി പലയിടത്തും ആയിരിക്കും, പല ദിക്കിലും പല നാട്ടിലും രാജ്യത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്കൊരിറ്റ് സ്നേഹം നമ്മൾ നോക്കി, അതെന്താ അവർക്ക് പൈസ അയച്ചു കൊടുക്കേണ്ട അവർ നോക്കട്ടെ. പക്ഷെ അപ്പൊ നമുക്ക് ആ പൈസ ഒന്നും ആയിരിക്കില്ല ആവശ്യം, നമുക്ക് അവരുടെ സാമീപ്യമായിരിക്കും ആവശ്യം. കുട്ടികൾ നമ്മുടെ ഉണ്ടാവുക, അതൊക്കെ ഒത്തിരി സ്നേഹം കിട്ടുന്ന കാര്യമാണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. ഇത് കവി പാടിയതല്ല, ഇത് പാടുവാനായി കവിയുടെ ഹൃദയത്തിലേക്ക് ഈശ്വരൻ കുടിയേറിയതാണ്. ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്നു എന്നും കുട്ടികൾ. അതെ, അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം നുകർന്നു വളരേണ്ടവർ. കുഞ്ഞിന്റെ ആദ്യ കരച്ചിലിനായി കാലങ്ങളോളം കാതോർത്തിരുന്നവർ. കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കി കൺപാർത്തിരുന്നവർ. കാൽത്തലക്കിലുക്കങ്ങളിൽ ഇടനെഞ്ചിൽ അമ്മിഞ്ഞപ്പൈമ്പാൽ ചുരത്തിയവർ. താരാട്ടിന്റെ തണുപ്പും സ്നേഹത്തിന്റെ തലോടലുമായി നിഴലായി നിലാവായി നമുക്കൊപ്പം നടന്നവർ. അമ്മ എന്ന 2 അക്ഷരങ്ങളിൽ ആർക്കും ഒതുക്കി നിർത്താനാവാത്ത സ്നേഹവാത്സല്യങ്ങളുടെ ആൾരൂപമാണമ്മ. മാതൃത്വത്തിന്റെ മഹത്വത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം റീന ബഷീർ എന്ന അമ്മ നമുക്ക് മുന്നിൽ വരച്ചിടുന്നു. കുട്ടിക്കലവറയുടെ കുട്ടിവീരന്മാർക്ക് ഒത്തിരി ടാസ്കുകളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ രസകരമായ ടാസ്കുകൾ ഇതാ. വർക്കിച്ചനെ വരിക. ഇനി ഇടക്കിടക്ക് വരാട്ടോ കുട്ടിക്കലവറയില്. അതെ, സോപ്പിട്ടൊക്കെ മതി. ഇവിടെ നമുക്ക് പണി തുടങ്ങാൻ നേരായി. ഭയങ്കര പതപ്പിക്കല്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ മാറ്റി കൊടുത്താലോ എന്ന് വിചാരിച്ചു. എന്തായാലും അതവിടെ നിക്കട്ടെ, നമുക്ക് ഇത് എടുക്കാനുള്ള സമയമായി. 2 എണ്ണം ഉണ്ട് ഇത്. മോനെ, ഇതിൽ കൈ സൂക്ഷിച്ചിടണം. ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം. കൈമുറിയരുത്. ഓക്കെ, താങ്ക് യു. എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യട്ടെ ചേട്ടാ? ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ പോവാണ്. വർക്കിച്ചന് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കാൻ പറ. വായിക്കാൻ അറിയാം മോനെ? ഇല്ല. വെരി ഗുഡ്. അൽ സാബിത്ത്. ഓ, അങ്ങനെ അവിടെയും ഒരു ടോസിലൂടെ വിജയം വരിച്ചിരിക്കുകയാണ്. വരൂ 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 വരൂ. നമ്മുടെ കുട്ടിക്കലവറയില് കൗതുകം നിറഞ്ഞൊരു കാഴ്ചക്ക്
ഇന്നെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ അൽസാബിത്തിനെ പെൺകുട്ടിയായി റീന ബഷീർ ഒരുക്കാൻ പോവുകയാണ്. നമ്മളുടെ 10 മെമ്പേഴ്സിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരം അത് റീന ചേച്ചിക്കാണ് അത് കിട്ടിയത്. അതിലെനിക്കും എൻ്റെ മെമ്പേഴ്സിനും നമ്മളുടെ എല്ലാ കൂട്ടുകാർക്കും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഈ കൗതുകകരമായ കാഴ്ചയിലേക്ക് കടക്കാനുള്ള സമയമായി. അജേട്ടാ തുടങ്ങാം. റെഡി. അപ്പോൾ റീന ചേച്ചി തുടങ്ങാം. ടൈം സ്റ്റാർട്ട് നൗ. റെഡിയല്ലേ? ആദ്യം ഉപ്പിടിട്ട് കളറാണ്, പല പല വെറൈറ്റി. ഇതൊക്കെ കയ്യിലിടുന്ന തന്നെയാണോ? അറിയാവോ? തലയിടുന്ന മാത്രം മനസ്സിലായി. തല തിരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കോച്ചിന്റെ കണ്ണൊക്കെ ഉണ്ട് കേട്ടോ, അത് കുത്തി പൊട്ടിക്കാതെ. എവിടെ കണ്ണെഴുതണം, പൊട്ടുകൊടണം. കൺവെൻഷൻ അത് തുറക്കാൻ പോലും അറിയത്തില്ല, മുഴുവൻ കളഞ്ഞു. 10 മിനിറ്റ് മുമ്പ് ബീന ചേച്ചിക്ക് മേക്കപ്പിനെ പറ്റി ക്ലാസ് കൊടുത്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത്. മിണ്ടുന്നില്ല. കണ്ണെഴുതാൻ പോവാണ് റീന ചേച്ചി. ആ കൺമഷിയൊക്കെ കയ്യിലാണ്. ലിപ്സ്റ്റിക് അല്ലേ? കണ്ണു തുറന്നു പിടിച്ചോ. റെഡിയായല്ലോ, പിന്നെ 5 മിനിറ്റ് ഒന്നും വേണ്ട. സിമ്പിൾ അല്ലേ? നേരെ നിന്നെ കാണട്ടെ. അതെ, സ്റ്റൈലിലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുക, പെണ്ണുങ്ങൾ നാണിച്ചൊക്കെ നിൽക്കുള്ളൂ. കാലിങ്ങനെ വെച്ചിട്ട് നിൽക്കുക. എങ്ങനെ നാണിച്ചിരിക്കണേ? അയ്യോടാ, ഈ ഇതിട്ടിട്ട് ഈ ഇപ്പൊ എന്തായാലും പെൺകുട്ടിയായല്ലോ, ഈ ഫാഷൻ ഷോയിലൊക്കെ നടന്നു വരത്തില്ല എന്ന് പറഞ്ഞോളൂ. നടന്നു വന്നു. ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ്. കുട്ടികളുടെ ഉത്സവമാണല്ലോ ദീപാവലി. ദീപം നാടിന്റെ ഐശ്വര്യവും മുന്നോട്ടുള്ള പ്രതീക്ഷയുമാണ്. കത്തിച്ചുവച്ച വിളക്കിന്റെ പ്രഭയിൽ രാത്രി പകലാകുന്നു. തിന്മയുടെ മേൽ നന്മയുടെ ജയമായി പ്രകാശം തെളിയുമ്പോൾ സന്തോഷിക്കാം. ഇനിയുള്ളത് നന്മയുടെയും സമാധാനത്തിന്റെയും ഒരു പുതുയുഗമാണെന്ന്. കുട്ടിക്കുറുമ്പിന്റെ മത്താപ്പൂത്തിരികൾ കത്തിച്ചുകൊണ്ട് വികൃതി കുരുന്നങ്ങൾ എത്തുന്നതോടെ കുട്ടിക്കലവറയിലും ദീപാവലി ആഘോഷം തുടങ്ങുകയാണ്. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 കളനൂപുര ചിഞ്ചിത രഞ്ജിത മേളം തനനനനനന തനനം തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം വരമരുളു പൊരുളു ഉയരുമുണരും ദേവി തനനം തനനം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം തം തനനനം വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ. ആകാശം നിറയെ പൂത്തിരിവെട്ടവും നാവിൽ മധുരവും മനസ്സിൽ സന്തോഷവും നിറയുന്ന ഈ വർണ്ണോത്സവത്തിൽ താരങ്ങളുടെ ആഘോഷത്തിനിടയിലേക്ക് നമ്മുടെ കുട്ടി താരങ്ങൾ കൂടി എത്തിയതോടെ മധുരം അതിമധുരമായി മാറി. പ്രേക്ഷക ലക്ഷങ്ങളുടെ ഇടനെഞ്ചിൽ ഇടം കണ്ടെത്തിയ കുട്ടിക്കലവറയുടെ ജീവിത മുഹൂർത്തങ്ങൾ നിറഞ്ഞ മടക്കയാത്രാ നിമിഷങ്ങൾ
നാളെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. സ്നേഹസാന്ത്വനമായ ഒരു താരാട്ടുപാട്ടുപോലെ, സ്നേഹനിർഭരമായ ഒരു തലോടൽ പോലെ.